ഒരു മനുഷ്യൻ അവൻ തൻ്റെ ജീവൻ്റെ അവസാന ശ്വാസമെടുക്കുന്ന നിമിഷം ഞാൻ ഇത്രയും നാൾ വിശ്വസിച്ചിരുന്നത് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമെന്ന്. ജീവന് വേണ്ടി പിടയുന്ന ആ ശരീരങ്ങൾ കാണുമ്പോൾ പൊതുവെ പലർക്കും ആ ശരീരങ്ങളോട് പേടി തോന്നും. ചിലർക്ക് സഹതാപം, പക്ഷേ മറ്റു ചിലർക്ക് അത് തരുന്ന ആനന്ദം അത് മറ്റൊന്ന്. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നൊന്നല്ല ആ മറ്റു ചിലരിൽപ്പെട്ട ഒരാളായി മാറുവാൻ. പക്ഷേ എല്ലാവരും സൃഷ്ടിച്ച ദൈവം തന്നെയാണ് എന്നെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലത്തെ ഒരു മൃഗത്തിനെ സൃഷ്ടിച്ചതിന് അദ്ദേഹത്തിന് ഒരു കാരണമുണ്ടെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. മരണത്തെക്കാൾ ആനന്ദമുളവാക്കുന്ന മറ്റൊന്നില്ല എന്നായിരുന്നു ഞാൻ ഇത്രയും നാൾ വിശ്വസിച്ചിരുന്നത്, അവളെ കാണുന്നത് വരെ. ഇവാനിയ. ചോരയുടെയും ശവശരീരങ്ങളുടെയും ഗന്ധമുള്ള എൻ്റെ ലോകത്തേക്ക് വന്ന ഒരു മാലാഖ. ഒരു പക്ഷേ ഞാൻ ചെയ്ത പാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തം ചെയ്യുവാനായിരിക്കും എല്ലാവരെയും സൃഷ്ടിച്ച ദൈവമോടെ എൻ്റെ അടുത്തേക്ക് അയച്ചത്. പ്രണയമാണോ അറിയില്ല, കാരണം ഞാൻ അറിഞ്ഞ പ്രണയം അതിതല്ല. അതുപോലെ തന്നെ എന്നെപ്പോലത്തെ ഒരു വ്യക്തിക്ക് ഒരാളോട് പ്രണയം തോന്നുക അത് അസാധ്യമാണ്. ഓരോ പ്രാവശ്യം അവളുടെ ആ മിഴികൾ എൻ്റെ മിഴിയുമായി കോർക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഉത്ഭവിക്കുന്ന ആ വികാരത്തെ എത്രയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടും എനിക്കിന്നും വർണ്ണിക്കുവാൻ കഴിയുന്നില്ല. പ്രണയമല്ലെങ്കിൽ പിന്നിതെന്താണ്? കാമമാണോ? എന്തോ ഇത് കാമമാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു വട്ടം അവളുടെ ശരീരത്തെ ഒരു മൃഗത്തെ പോലെ ആസ്വദിച്ചാലൊന്നും തീരാത്തത്ര ആസക്തി എനിക്ക് അവളോടുണ്ട്. പ്രണയത്തിനും കാമത്തിനും അധീനമാണ് എനിക്ക് അവളോട് തോന്നുന്ന ഈ വികാരം. ആഗസ്റ്റ് 20, സമയം 7 മണി. എന്നത്തെയും പോലെ തന്നെ ഞാൻ വ്യത്യസ്തനല്ല, മറ്റുള്ളവരിൽ ഒരാളാണെന്ന് എന്നെയും എനിക്ക് ചുറ്റുമുള്ളവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം എനിക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു റൊട്ടീൻ. ഒരു ജീവനെടുക്കുന്നത് കഴിഞ്ഞ് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് കുക്കിംഗ്. ഒരു പക്ഷേ നോർമലായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ വർഷങ്ങളോളം ജീവിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഹോബിയായിരിക്കും ഇത്. പലതരം എനിക്കൊരു കൃത്യമായുള്ള ഉത്തരമില്ല, എങ്കിൽ കൂടെ അതിൻ്റെ രീതിക്ക് തന്നെ വിശ്വസിക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ല, ഒരു പക്ഷേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കുന്നതിനും അധികം അതിൻ്റെ ഉത്തരം അതല്ല എന്ന് മനസ്സിലാക്കിയിട്ടും അത് വിശ്വസിക്കാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് കൂടുതൽ എളുപ്പമായി പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ചിലപ്പോഴൊക്കെ ഞാൻ നോർമലായിട്ടൊരു വ്യക്തിയാണെന്ന് എന്നെയും എൻ്റെ ചുറ്റുമുള്ളവരെയും എനിക്ക് പലപ്പോഴും വിശ്വസിപ്പിക്കാൻ സാധിക്കാറുണ്ട്. ഞാൻ കാണുന്ന നോർമലായിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ പലപ്പോഴും എടുത്തു ചാടുകയും തെറ്റുകൾ ചെയ്യുകയും ചെയ്ത കുട്ടിയ തെറ്റുകൾ ഓർത്ത് പിന്നീട് വിലപിക്കുന്നതാണ് ഞാൻ കാണാറുള്ളത്. എന്നാൽ ഞാൻ അവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനാണ്. ഞാൻ എടുത്തു ചാടിയൊരു തീരുമാനം എടുക്കാറുമില്ല. ചെയ്തതൊന്നും ഇതുവരെ തെറ്റായി തോന്നി അതിനോർത്ത് വിലപിച്ചിട്ടുമില്ല. ഒരുപക്ഷെ ഇതെല്ലാം കൊണ്ട് തന്നെയാകും എന്നെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്ന ഒരു പ്രധാന ഘടകം. കാറുണ്ടെങ്കിലും ഞാൻ പല ദിവസങ്ങളിലും ഞാൻ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്. അത് കാണുന്ന പലരും എന്നോട് ചോദിക്കാറുണ്ട് കാറിൽ പോയിക്കൂടെ എന്ന്. പക്ഷേ അവർക്കറിയില്ലല്ലോ, സിംഹം തൻ്റെ വേട്ടയാടാൻ വേണ്ടി കാട്ടിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നതാണെന്ന്. ജലം, വായു, ഭക്ഷണം, ഇതെല്ലാമാണ് സാധാരണ ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ ആവശ്യം. പക്ഷേ എന്നെ പോലത്തെ ഒരു വ്യക്തിക്ക് ഇതൊന്നുമില്ലാതാകുന്നതിനേക്കാൾ ദാരുണം ഒരു ദിവസം രക്തത്തിൻ്റെ ഗന്ധം എന്നിൽ അലിഞ്ഞു തീർന്നില്ലെങ്കിലാണ്. കൊല്ലുന്നതിന് എനിക്ക് മറ്റു കില്ലേഴ്സിനെ പോലെയൊന്നും ഒരു പാറ്റേൺ ഇല്ല. അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും എന്നെ തികച്ചും വ്യത്യസ്തനായും ആർക്കും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുമായി നിൽക്കുന്നത്. ഓരോ ഇരയും അവൾക്ക് ഏറ്റവും ഭയമുളവാക്കുന്ന അല്ലെങ്കിൽ
അവരെങ്ങനെ മരിക്കുവാനാണ് ഭയക്കുന്നതെന്നറിഞ്ഞ് ആ രീതിയിൽ കൊല്ലുമ്പോഴാണ് പലപ്പോഴും എനിക്ക് കൂടുതൽ ആനന്ദം കിട്ടുന്നത്. ഡോക്ടർ, ഇവാനിയ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കും ഇനി ചെയ്യാൻ പോകുന്ന പാപങ്ങളിൽ നിന്നും എന്നെ മുക്തമാക്കുവാൻ വേണ്ടി ദൈവം എൻ്റെ അരികിലേക്ക് അയച്ചൊരു മാലാക. അതാണ് അവൾക്ക് എൻ്റെ ജീവിതത്തിലുള്ള സ്ഥാനം. ഇവ താനെന്താ ഇവിടെ? അത് പിന്നെ നമുക്ക് പെട്ടെന്ന് പിന്നെ പ്രഷർ കൂടി, അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. ഓ, ഈസ് ഷീ ഓക്കെ നൗ? യാ, ഷീസ് ഫൈൻ. പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ എബ്രഹാം പറഞ്ഞത്. ഓ, ദാറ്റ്സ് ഗുഡ് ടു ഹിയർ. എനിവേ, ആർ യു ഓക്കെ? ഐ നോ ഇവ ഈസ് ഗോയിങ് ത്രൂ സോ മച്ച്. റിയലി ഓക്കെ ഡോക്ടർ. ബട്ട് ഞാൻ ഓർത്തില്ല ഡോക്ടറിനെ ഇന്ന് കാണാൻ പറ്റുമെന്ന്. ഐ മീൻ ഇറ്റ്സ് തേഴ്സ്ഡേ. ഡോക്ടർ മുന്നേ എന്നോട് പറഞ്ഞിരുന്നില്ലേ, യു അറ്റൻഡ് ദി പിയാനോ ക്ലാസ്? ഓ ഐ ഡു. ബട്ട് ഇന്നില്ല. ഷീസ് ഡൂയിങ് വെൽ. സോ എന്നാ മതിയോ? ഞാൻ കള്ളം പറയുന്നതാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇനി ഞാൻ കൂടുതൽ കെയർഫുള്ളായേ തീരൂ. മെയ് 20 ഒരു മഴയുള്ള രാത്രി. അന്നാണ് ഞാൻ ആദ്യമായി ഇവാനിയെ കാണുന്നത്. എനിക്ക് ജീവിതത്തിൽ ആദ്യമായി പറ്റിയ ഒരു കയ്യബദ്ധം. അതിലൂടെയാണ് ഞാൻ ഇവാനി എന്ന വ്യക്തിയെ ആദ്യമായി പരിചയപ്പെടുന്നത്. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുമെന്ന് കരുതിയ ആ ഒരു അബദ്ധം പിന്നീട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ തെറ്റായി മാറി. മൈ ബെസ്റ്റ് മിസ്റ്റേക്ക്. താങ്ക് ഗോഡ്. ഞാൻ ആരെ വിളിച്ച് പറയുമെന്നോർത്ത് ആകെ പരിഭ്രമിച്ച് നിൽക്കുമായിരുന്നു ഡോക്ടർ. അതിനും മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു അഗിത? നീ ആരെ വിളിച്ച് പറയാഞ്ഞത് നിൻ്റെ ഭാഗ്യം. ഒരു കുത്തു കേസ് ആൻഡ് ഹി ഹാവ് ഹെവി ബ്ലീഡിങ്. ഞാൻ എന്ത് ചെയ്തിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഐ എം നെർവസ് ഡോക്ടർ. ഞാൻ അത്രയൊക്കെ മുറിവേപ്പിച്ചിട്ടും അവൻ മരിച്ചില്ലേ? പോലീസിനെ അറിയിച്ചോ? ഐ എം സോറി ഡോക്ടർ. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഞാനത് മറന്നു. അത് നന്നായി, അല്ലെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വന്നാനെ. ഇറ്റ്സ് ഗുഡ്. ഐ ഷുഡ് കിൽ മൈ ഫേവറേറ്റ് കൊളീഗ്. ഡോണ്ട് ബി അഫ്രൈഡ് അഗിത. ഐ വിൽ ടേക്ക് കെയർ. താങ്ക് യു ഡോക്ടർ. താങ്ക്സ് ഒക്കെ പറയാൻ വരട്ടെ അഗിത. അവനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാനത് നിൻ്റെ തല വെച്ച് നൈസായിട്ട് മാറും. പിന്നെ ഇപ്പോൾ പോലീസിനെ അറിയിക്കണ്ട. അയ്യോ ഡോക്ടർ, ഇപ്പം തന്നെ ഒരുപാട് സമയം കഴിഞ്ഞു. അല്ല, നമ്മൾ ഇനിയും പോലീസിനെ അറിയിച്ചില്ലെങ്കിൽ അതൊക്കെ വലിയൊരു പ്രശ്നമാകില്ല ഡോക്ടർ? പ്രശ്നമാവണമെങ്കിൽ ആവട്ടെ അഗിത. ബിക്കോസ് ജോലി പോകുന്നത് നിൻ്റെ അല്ലേ. ഇറ്റ്സ് എ ഫൂളിഷ് ഗേൾ. ഡോണ്ട് ബി അഫ്രൈഡ് അഗിത. ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. ഡോണ്ട് യു ട്രസ്റ്റ് മീ? യെസ് ഡോക്ടർ. Never trust a devil in disguise. My little lamb. I was really happy. എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത് ഒടുക്കം എൻ്റെ കൈകളിലേക്ക് തന്നെ. പക്ഷേ അപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. How he came here. He was bleeding as hell. There is no way ഒരാളുടെ ഹെൽപ്പില്ലാതെ 5 കിലോമീറ്റർ അകലെയുള്ള ഈ ഹോസ്പിറ്റലെത്താൻ. Azrael, you are thinking too slow. So, where is the witness? Huh? I mean, the one who brought him. Oh shit, you made a mistake. അവൾ ഒരിക്കലും എന്നോട് പറഞ്ഞില്ല അതൊരു പൊസിഷനാണെന്ന്. But she is in nervous state. So, maybe she will notice it. She's in the waiting area. Yeah, just like I said, Agita is a fool. And it's good that witness is a woman. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി. ബട്ട് ഇന്നൊരാളെ മാത്രം കൊല്ലാനായിരുന്നു എൻ്റെ പ്ലാനിങ്. I was an interest in killing both today. So, should I keep one and kill one later? So, if witness ഇത് ചെയ്ത ആളുടെ മുഖം വല്ലതും കണ്ടിരുന്നോ? അല്ല, അങ്ങനെ വല്ലതും പറഞ്ഞു? Actually, I don't think so, doctor. Because her mother is a patient here.
സോ വീട്ടിലേക്ക് മടങ്ങുന്ന വഴി റോഡരികിൽ ഇയാൾ കിടക്കുന്ന കണ്ടെന്നാ ആ കുട്ടി പറഞ്ഞത്. That's good. So it's completely his day. Anyway, I'm not even interested in killing a woman today. So, take care of her too. She may be afraid. And tell her she did a good job by taking him on time. Yeah, really. She did a great job by taking him to me. You know, you really destroyed my whole plan, you bastard. നിന്നെ തുണ്ടം തുണ്ടമാക്കി എൻ്റെ ചോദനം അഗസ്തസിനും കൊടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. അതിനുവേണ്ടി അതുങ്ങളെ 2 ദിവസം ഞാൻ പട്ടിണിക്ക് വരിട്ടു. എന്നിട്ട് നീ വാട്ട് ഷുഡ് ഐ ഡു? എങ്ങനെ ഞാൻ എൻ്റെ ചോദനയും അഗസ്തസിനെയും ഞാൻ ഫേസ് ചെയ്യാം? മേ ബി റിയലി മാഡ് അറ്റ് മീ. ഇന്ന് വഴിക്കും ഞാൻ അവരെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടില്ല. ബട്ട് എനിക്കാക്കേണ്ടി വന്നു നീ കാരണം. പക്ഷേ നീ ആശ്വസിക്കണ്ട. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു മേക്ക് യു ഫീൽ ദ പെയിൻ. സോ യു വിൽ ബെഗ് മീ yourself to kill you. ഡോക്ടർ ഒരുപാട് നേരം എടുക്കുന്നുണ്ടല്ലോ. ആർ യു ഷുവർ ഹി ഡസൻറ്റ് നീഡ് എനി ഹെൽപ്പ് ഒന്നും വേണ്ട, ഡോക്ടർ തന്നെ നോക്കിക്കോളാം എന്നാണ് എന്നോട് പറഞ്ഞത്. അല്ല, അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു. ഇതിലെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഹിസ് ബ്ലഡ് ഗ്രൂപ്പ് ഇസ് റയർ. നമ്മുടെ ബ്ലഡ് ബാങ്കിൽ ആ ബ്ലഡ് അവൈലബിൾ ആയിരുന്നില്ല. ഓ മൈ ഗോഡ്, ദെൻ ഇപ്പം എങ്ങനെയാ? ദൈവത്തിന് നന്ദി. എന്നല്ലാതെ എന്താ പറയുക, ആ പെൺകുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പും അയാളുടെയും സെയിം ആയിരുന്നു. ആ കുട്ടി ശരിക്കൊരു മലകയാണല്ലേ. യെസ്, പിന്നീട് ഈസ് ഹി ഓക്കെ ഡോക്ടർ? I'm sorry. I tried my best, but ഒരു 10 മിനിറ്റ് മുമ്പാണ് അവിടെ എത്തിയിരുന്നെങ്കിൽ ഐ എം റിയലി സോറി. അഖിത, ഓൾറെഡി ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിരുന്നു. ആൻഡ് സർവൈവിങ് റേറ്റ് വാസ് വെരി ലോ. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു ഡോക്ടർ. ഐ നോ ഡോക്ടർ, യു ട്രൈഡ് യുവർ ബെസ്റ്റ്. അതെ, നീ പറഞ്ഞത് കറക്റ്റാണ് അഖിത. എന്നിട്ടും എങ്ങനെ അവൻ ഇത്ര നേരം ജീവനോടെ ഇരുന്നെന്നാ എൻ്റെ സംശയം. ഐ തോട്ട് ഐ ക്യാൻ ഹെൽപ്പ് ഹിം. ദൈവം എന്ത് ക്രൂരനാണല്ലേ. ഐ എം സോറി ഗോഡ്, യു ആർ ദ ഗ്രേറ്റ്. ആ പിന്നെ ഡോക്ടർ, ആ കുട്ടി ഓൾറെഡി പോലീസിനെ വിളിച്ചിരുന്നു. ഞാനത് ഇപ്പോഴും അറിയുന്നേ. അതൊരു പ്രോബ്ലം ആകും നമുക്ക്. ഓ, ഇറ്റ്സ് ഓക്കെ. ഞാനതിന് എവിഡൻസ് ഒന്നും ബാക്കി വെച്ചിട്ടില്ല കഥ. ബട്ട് ഐ നീഡ് ടു കൺഫേം വിത്ത് മൈ ഓൺ ഐസ്. യുനോ, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കാറുള്ളൂ. പോലീസിനെ അറിയിച്ചെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവരിപ്പോൾ ഇവിടെ ഉണ്ടോ? അല്ല, ഞാൻ കണ്ടില്ല. അത് പിന്നെ ഈ മഴയും ഇതെല്ലാം കാരണം അവർ വരുന്നവരെ ഏതോ മരം വീണെന്ന്, അതുകൊണ്ട് ഇത്ര ലേറ്റ് ആകുന്നേ. മേ ബി ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തുമായിരിക്കും. ദൈവം വരെ എൻ്റെ കൂടെ. താങ്ക് യു ഗോഡ്. പിന്നെ പോലീസ് ചോദിച്ചാൽ ഹി ഓൾറെഡി ലോസ്റ്റ് ടു മച്ച് ബ്ലഡ്, ചെറിയൊരു ജീവൻ്റെ തൊട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. അയ്യോ, അതെന്തിനാ ഡോക്ടർ? ഇറ്റ്സ് ഫോർ യുവർ ഗുഡ് അഖിത. നോ, ഇറ്റ്സ് ഫോർ മീ. മരിച്ചവർ മരിച്ചു എന്ന് കരുതി ജീവനുള്ളവരെ ബലിയാടാക്കണോ? യു നോ, ഇറ്റ് വാസ് യുവർ മിസ്റ്റേക്ക്, റൈറ്റ്? ഈ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേ അഖിത പോലീസിനെ ഇൻഫോം ആക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തിട്ട് എനിക്ക് ഇത്ര മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ. ഞാനും പോലീസ് എന്തെങ്കിലും ചോദിച്ചാൽ ഇത് തന്നെ പറയത്തുള്ളൂ. താങ്ക് യു ഡോക്ടർ. ബട്ട് ദി വിറ്റ്നസ്, ഐ വിൽ ടോക്ക് ടു ഹർ. ആ കുട്ടിക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. Now I will take care of her. So both of us will be okay. So, what's her name? Miss Ivania? യെസ്. എൻ്റെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിലച്ചു പോയതുപോലെ എനിക്ക് തോന്നി. അത്രമേൽ സുന്ദരി. I never felt this feeling towards any other woman. എൻ്റെ മുമ്പിലേക്ക് വീഴുന്ന ഓരോ പെൺശരീരങ്ങളോടും എനിക്കെന്നും പുച്ഛവും വെറുപ്പും മാത്രമായിരുന്നു. അതുതന്നെയായിരിക്കും അവരെ കൊല്ലാനുള്ള എൻ്റെ മോട്ടീവ്. പക്ഷേ ഇവാനിയ,
She wasn't like that. That's what my heart whispered to me. She is different. My heart whispered again. She is that someone my mother always told me. That someone who will give me peace. That someone who sent by God to me. A monster.